നിങ്ങളെ സാക്ഷി നിർത്തി ഒരൊറ്റ കേന്നമുകാരനും ആ സദസ്സിൽ വേണ്ട, മുഴുവൻ വിസ്റ്റംകാരനും ആ സദസ്സിൽ നിരന്നിരിക്കട്ടെ. നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവരൂ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരിൽ 1-2 പേര് മാത്രം. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളെ കയ്യേറ്റം ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതാക്കുമെന്നോ ഇതാക്കുമെന്നോ ഒരു ഭയവും വേണ്ട. വിസ്റ്റംകാര് മാത്രം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ 2 പണ്ഡിതന്മാർ വന്നു നിൽക്കും. ബാക്കി നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ട് വന്നിരുത്തൂ. എന്നിട്ട് ഈ ആദർശം, നിങ്ങൾ പറയുന്ന ആദർശം അത് പ്രാമാണികമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരൂ എന്ന് അന്തസ്സായി നിങ്ങളോട് പറയുന്ന ചോദ്യമാണ്. ആഖിറത്തിൽ നിങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയാനില്ലാത്ത വിധം ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഇത് കേവലം നിങ്ങൾ ഇട്ട് കളിക്കുന്ന ക്ലിപ്പല്ല, ഹയ്യായി ഹാദിറായി ജീവനോടെ പ്രമാണങ്ങൾ വെച്ച് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സംസാരമാണ്. ഇങ്ങനെ പറയാൻ കേന്നമകാരനല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. വിസ്തത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ. കാരണം തെളിവുള്ളവന് മാത്രം സംസാരിക്കാൻ കഴിയുന്ന കാര്യമാണിത്, പ്രമാണമുള്ളവന് മാത്രം സംസാരിക്കാൻ കഴിയുന്ന കാര്യമാണിത്. അതുകൊണ്ട് ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിക്കാം, തെറി പറയുന്നവൻ ആവോളം തെറി പറയാം. രാവിലെയും വൈകുന്നേരവും, ഇനി അതല്ല തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റിരുന്നും വിസ്റ്റംകാരന് നേതാക്കൾ പഠിപ്പിച്ചു തന്ന തെറികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദൗത്യ നിർവഹണം ചെറിയ MSMന്റെ കുട്ടികൾ മുതൽ പ്രായം ചെന്ന കാരണവന്മാർ വരെ മുഴുവൻ ആളുകളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു.